വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് കേട്ടോ ഒന്ന് ഗുരുവായൂർ പോകണം എന്നുള്ളത്. അതും ലേഡീസ് ഉള്ളി ട്രിപ്പായിട്ട് പോകണം എന്നുള്ളത് അതിലും വലിയൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് അവസാനം ഞങ്ങൾ 2 പേരിലേക്ക് ചുരുങ്ങി. അങ്ങനെ ട്രെയിനിൽ നിന്നൊരു ഊള ചായയും കുടിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അങ്ങനെ ഒരു 2:10 ആവാൻ നേരം രാത്രിയിൽ ആയപ്പോഴേക്കും നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നേ. ദേ ഈ വിളക്കും ഫ്രണ്ടിലത്തെ ആ ഒരു ഗരുഡൻ്റെ പിക്കും ഒക്കെ കണ്ടപ്പോഴേക്കും തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. ടൈം ഈ ഒരു 2:10 ആയ സമയത്താണെങ്കിലും അവിടെ ഇഷ്ടംപോലെ ആളുകളും വണ്ടിയും നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ച റൂമിൽ പോയി 2:10 ആയിട്ടുള്ള റെസ്റ്റ് എടുക്കാമെന്ന്. പക്ഷേ ഈ ഭാഗത്തായിട്ട് ക്യൂ കണ്ടപ്പോഴേക്കും നമ്മൾ വിചാരിച്ചു ഓഹോ ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമില്ല, പെട്ടെന്ന് പോയി റെഡിയാവുന്നത്. അങ്ങനെ ഞങ്ങളുടെ തുളസിമാലയും മുല്ലപ്പൂ മാലയൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങളതേണ്ട ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങളായിരുന്നു ഏറ്റവും ലാസ്റ്റ്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബാക്കിലേക്ക് ഇത്രയും ക്യൂ ആയി. അത് കണ്ടപ്പോഴാണ് ഒരു സമാധാനവും, നമ്മളല്ലല്ലോ ലാസ്റ്റ്, നമുക്ക് ലാസ്റ്റ് ഒരുപാട് പേരുണ്ടെന്ന്. അങ്ങനെ ഫൈനലി ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കോലം ഇങ്ങനെയായി.